താങ്ക് യു സാറേ. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ പക്ഷേ ഷാജി ആൻ്റണി നിങ്ങളോട് സംസാരിക്കും. കോഴിക്കോട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനോർത്ത് സ്തോത്രം ചെയ്യുന്നു. അതിനായിട്ട് തന്നെ ദാസനെ ക്ഷണിക്കുന്നു. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. നിത്യ വീടൊന്നുണ്ട് വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശ് നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രിയ ദുഃഖഭവനത്തിൽ പ്രത്യാശയും ദുഃഖവും നിറഞ്ഞ ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രിയ ചുമ്മാര് പാസ്റ്ററുടെ ദേഹവിയോഗത്തിനുള്ള ബന്ധത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അന്ത്യം വരെയും വിശ്വാസം കാത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ജീവിക്കുന്ന സാക്ഷിയായിട്ട്, ആമേൻ, ദൈവവചനം പറയുന്ന പോലെ തന്നെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ അനുകരിപ്പീൻ എന്ന വചനപ്രകാരം തന്നെ നമുക്ക് പ്രിയ ദേവദാസന്റെ ആ വിശ്വാസത്തെ അനുകരിപ്പാൻ തക്കവണ്ണം ഇടയാകുന്ന വിധത്തിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതവും അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ശുശ്രൂഷയും ഈ കുന്നംകുളം പ്രദേശത്ത് ചെയ്യുവാൻ ദയമായി കർത്താവ് പ്രിയ ദേവദാസന് കുടുംബത്തിനുമിടയായി. എൻ്റെ പേര് ഷാജി ആൻ്റണി. ഞാൻ കോഴിക്കോട് പ്രദേശത്ത് കർത്താവിൻ്റെ പേരിൽ അധ്വാനിക്കുന്നു. എൻ്റെ ഭാര്യ ഗ്രേസിയെ സ്നാനപ്പെടുത്തിയ ദേവദാസനാണ് ഈ പ്രിയ ചുമ്മാര് പാസ്റ്റർ. ഞാൻ ഈ പ്രദേശത്താണ് വിവാഹം കഴിച്ചത്. ഇവിടെ മങ്ങാട് ഈ വഴിയിലാണ്. എൻ്റെ ഈ ഭാര്യയുടെ കുടുംബക്കാരെ മുഴുവൻ പുലിക്കോട്ടെ തറവാട്ടിലുള്ള കൊച്ചേട്ടൻ്റെ ചെറിയ മകളെയാണ് ഞാൻ വിവാഹം ചെയ്തത്. അപ്പോൾ എൻ്റെ ഭാര്യയെ സ്നാനപ്പെടുത്തിയ ദേവദാസൻ മാത്രമല്ല, ഞാൻ എൻ്റെ പ്രവർത്തന കാലഘട്ടത്തിൽ ആരംഭഘട്ടങ്ങളിലൊക്കെ കർത്താവിൻ്റെ ദാസനുമായിട്ട് കുറച്ച് നാൾ പ്രവർത്തിപ്പാനായിട്ട് ഇടയായിട്ടുണ്ട്. ആ കുറച്ച് നാൾ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിൽ പ്രിയ ദേവദാസിൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് ദേവദാസിൻ്റെ മകൻ ഡെന്നി, മറ്റ് പെൺമക്കളെയൊന്നും എനിക്കധികം പരിചയമില്ല. ഏറ്റവും കൂടുതൽ ഈ 2 മക്കളെയാണ് കൂടുതലായിട്ട് പരിചയം. വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും കൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ഈ ഒരു കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ആ പിതാവിൻ്റെ ആത്മീയ പിതാവ് എന്ന് പറയുമ്പോൾ കോഴിക്കോട് പട്ടണത്തിൽ ഞാൻ അവിടെ എഴുതി എല്ലാവർക്കും അത് പ്രസിദ്ധം ചെയ്തു. ഈ ദേവദാസ് സാധാരണ ഒരു ദേവദാസിനെ പോലെയല്ല. നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. നമ്മൾ പറയാറുണ്ടല്ലോ, ആദ്യ പിതാക്കന്മാർ, ആദ്യ അപ്പോസ്തലന്മാർ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസനാണ്. ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെ ഭക്തന്മാരാകുന്ന ദേവദാസന്മാരുടെ നഷ്ടം കുന്നംകുളത്തിന് മാത്രമല്ല, നമ്മുടെ വിശ്വാസഗോളത്തിനും അത് വലിയ നഷ്ടം തന്നെയാണ്. ആ നഷ്ടം തികത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ദൈവമായ കർത്താവ് തൻ്റെ മക്കള്, ഗ്ലെന്നിയുണ്ട്, അതുപോലെ ഡെന്നിയുണ്ട്, പെൺമക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്, എല്ലാവരെയും ആ നിലയിൽ ശുശ്രൂഷയിൽ വർദ്ധിച്ച് അവരും ആ പിതാവിൻ്റെ പാത പിന്തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എനിക്കറിയാം, ഇവിടെ കർത്താവിൻ്റെ ദാസന്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ആരും ദുഃഖത്തോടുകൂടി ഇരിക്കുന്നവരല്ല. കാരണം എല്ലാവരും വളരെ വിശ്വാസത്തോടും വളരെ പ്രത്യാശയോടും കൂടിയാണ് ഇരിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാവുന്നൊരു പ്രധാനപ്പെട്ട ഒരു വാക്യമാണല്ലോ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ
ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, ആ ഉയർപ്പിന് സുപ്രഭാതത്തിൽ പ്രിയ കർത്താവിന്റെ ദാസനും നമ്മുടെ കർത്താവിനോടൊപ്പം കടന്നു വരുമെന്നുള്ളതായ ഒരു വലിയ പ്രത്യാശയും വിശ്വാസവും നമുക്കുണ്ട്. ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുന്നു. ഇന്ന് വൈകുന്നേരം ഈ ദുഃഖഭവനത്തിൽ കടന്നു വരുവാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് മാത്രമല്ല, എൻ്റെ ഒരു പെങ്ങളുടെ അടിപ്പുട്ടിയിൽ താമസിക്കൊണ്ട് ജോയിച്ചേച്ചി, ഞങ്ങൾക്ക് മൂവർക്കും കുടുംബമായി ഇവിടെ ഈ ചർച്ചിലാണ് സോമി മോളും ജസ്റ്റിനും കൂടി വരുന്നത്. അതിനുള്ള ബന്ധത്തിലും ഞങ്ങൾക്ക് ഇവിടെ കടന്നു വന്ന് ഈ പ്രിയ ദുഃഖഭവനത്തിൽ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. എനിക്ക് ഒന്നേ പറയുവാനുള്ളൂ. 1 കൊരിന്ത്യർ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിൽ നമുക്ക് അധ്വാനിക്കാം. ഒരൊറ്റ വാക്യമായിക്കൊണ്ട് ആഗ്രഹിക്കുന്ന പ്രസംഗിക്കുന്നുമില്ല. ഒരേ ഒരു വാക്യം നമ്മുടെ ഉറപ്പിന് വേണ്ടി. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. പ്രിയപ്പെട്ടവരെ, ഈ ദേവദാസിന്റെ ആ മരണത്തിന്റെ അവസാന നിമിഷങ്ങളിലുള്ള ആ വിശേഷം ഞാനിപ്പോൾ യാത്രയിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പെങ്ങള് പറയുവാനിടയായി. അവസാന നിമിഷം വരെയും ദൈവത്തിന് വേണ്ടി നിന്ന് അഭിഷേകത്തോടെ കടന്നുപോയ ഈ വലിയ ദേവദാസന്റെ ആ ശരീരത്തിന് മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളോട് പറയുന്നത് എന്താ? ആമേൻ. ഈ ബോഡി പറയുന്നത് എന്താണ്? ഇന്ന് ഞാൻ, നാളെ നീ. എവിടെയായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും പറയട്ടെ, ആമേൻ. കർത്താവിന്റെ ദാസന് ഇപ്പോൾ ജീവൻ വെച്ചാൽ ഇങ്ങനെ പറയും, നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഈ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം, കർത്താവിന്റെ വഴിയിൽ അധ്വാനിക്കാം. ലഭിക്കുന്ന ആയുസ് ദൈവവചനത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. എന്റെയും കുടുംബത്തിനെയും ചർച്ചിനെയും കോഴിക്കോടുള്ള പ്രിയപ്പെട്ടവരുടെയും എല്ലാ ദുഃഖവും പ്രത്യാശ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.